ഇറാനെ വീണ്ടും വീണ്ടും ചൊറിഞ്ഞുകൊണ്ട് ഇസ്രയേൽ നടത്തുന്ന നാണംകെട്ട കളി ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നേരിട്ട് യുദ്ധം ചെയ്യാൻ ധൈര്യമില്ല. ഇറാനെ വെല്ലുവിളിക്കാനുള്ള ശക്തിയെല്ലാം ചോർന്നു പോയിരിക്കുകയാണ്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒളിയുദ്ധമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം. പക്ഷേ ഒളിയുദ്ധം ഒന്നും നടക്കില്ല. ഇസ്ഫഹാന് ഫോർദോയും ഒന്നും ഇനി ആക്രമിക്കാൻ ഇസ്രയേലിനെ പോലൊരു രാജ്യത്തിന് കഴിയില്ല. എത്രയൊക്കെ ആധുനിക ശക്തിയുണ്ട് ആ രാജ്യത്തിനെന്ന് പറഞ്ഞാലും അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇറാന്റെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ വധിച്ചു എന്ന് പറയുമ്പോഴും അഹങ്കരിക്കുമ്പോഴും ഇസ്രയേലിന് കൊടുക്കാനുള്ള മുട്ടം പണി പല സ്ഥലങ്ങളിൽ നിന്നായി ഇറാൻ കണ്ണു ചിമ്മി തുറക്കും മുമ്പ് തന്നെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇസ്രയേലിന്റെ പ്രധാന വിമാനത്താവളങ്ങൾ, പ്രധാന സ്പോട്ടുകളെല്ലാം എത്ര നാളിങ്ങനെ പൊത്തിപ്പിടിച്ചിരിക്കും? നെതന്യാഹുവിന് അറിയാം, ഹൈഫയിലും ടെല്ലവീവിലും ഇറാൻ നടത്തിയ പ്രതിരോധം മിസൈലുകളുടെ പെരുമഴയായിരുന്നു. അയൺ ഡോമുകളെല്ലാം വെറും ഷാമിയാന പോലെയാവുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പന്തലും അതുപോലെ തന്നെ ഡെക്കറേഷനൊക്കെ ഉപയോഗിക്കുന്ന താൽക്കാലിക അലങ്കാരങ്ങളുടെ സെറ്റപ്പ് പോലും ഇല്ല ഈ അയൺ ഡോമുകൾക്ക് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഇസ്രയേൽ അങ്ങ് ചെറുതാവുകയായിരുന്നു. ഇത്രയും അധികം വെച്ച് കെട്ടിയ ഗൗരവമായി മുന്നോട്ട് പോകുന്ന ഇസ്രയേൽ ഇപ്പോ പൊളിച്ചടുക്കുമെന്ന് വിചാരിച്ചെടുത്താണ് ഖമനേയി രണ്ടും കൽപ്പിച്ചിറങ്ങിയപ്പോൾ വാലും ചുരുട്ടി അമേരിക്കയുടെ ബാക്കിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിന്റെ നഷ്ടക്കണക്കുകൾ ഇതുവരെയും പുറത്തുവിട്ടില്ല. കാരണം എന്താണ്? അത് പുറത്തുവിട്ടാൽ പിന്നെ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. ഇസ്രയേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ, ഇസ്രയേലിൽ നിന്നും പിടിച്ചുകൊണ്ട് ഹമാസ് പോയ ഇസ്രയേലിലെ ബന്ദികളെ തിരിച്ചു വിടേണ്ടതില്ല എന്ന് ഹമാസ് ഉചിതമായ തീരുമാനം തന്നെയാണ് എടുത്തത്. അതിന് കാരണമാകുന്നത് ഒരു കാലത്തും പാലസ്തീന് സമാധാനം കൊടുക്കില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഈ നരാധവന്മാരെ കൃത്യമായും അതിനെ ബദൽ എന്ന രീതിയിൽ, ക്രൂരമായ രീതിയിൽ തന്നെ നേരിടാനാണ് ഹമാസും തീരുമാനിച്ചിരിക്കുന്നത്. എങ്ങനെയാണോ ഇങ്ങോട്ട് അതിൻ്റെ 10 ഇരട്ടി തിരിച്ചങ്ങോട്ട്, അതാണ് ഹമാസിന്റെ ലൈൻ. ഹമാസ് പരിപൂർണമായി തകർന്നു എന്നൊക്കെ പറയുന്നത് വെറുതെ. ഹമാസ് എങ്ങും തകർന്നിട്ടില്ല, ഹിസ്ബുള്ളയും പരിപൂർണമായി തകർന്നിട്ടില്ല. തിരിച്ച് മുറികൂടി തിരിച്ചു വരാൻ അതിന് 1-2 പോരാളികൾ ബാക്കി അവശേഷിച്ചാൽ മതി. കൃത്യമായ ഫണ്ടിങ് നടത്താൻ കഴിയും. ടെറർ ഫണ്ടിങ് നടത്തുന്ന പാകിസ്ഥാനെ പോലെയല്ല ഇവിടെ ഇറാൻ നടത്തുന്ന പ്രോക്സി ഗ്രൂപ്പുകളുടെ ഫണ്ടിങ്. ഇറാന് കൃത്യമായ ലക്ഷ്യമുണ്ട്. ഏത് രീതിയിലും ഫലസ്തീന്റെ മോചനം. അതിനുവേണ്ടി ഇറാൻ ഏതറ്റം വരെയും പോകും.